നമസ്കാരം, ഞാൻ MS. രണ്ട് പെൺമക്കളെ ഒറ്റയ്ക്ക് വളർത്താനായിട്ട് ഏതാണ്ട് ആദ്യ പൂണ്ട മനസ്സുമായിട്ട് ഒരമ്മ ജോലി തേടി ഷൈനി അലഞ്ഞത് ഏതാണ്ട് 12 ആശുപത്രികളിൽ. കരിയർ ഗ്യാപ്പിന്റെ പേരിൽ നോ പറഞ്ഞുകൊണ്ട് ആശുപത്രി മാനേജ്മെന്റുകൾ. ഇതില് ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്യാനായിട്ടുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ഏതാണ്ട് ഭർത്തൃമതിയായി കഴിഞ്ഞാല് ജോലി വേണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന സ്ത്രീകള് കേരളത്തിൽ ധാരാളമുണ്ട്. അങ്ങനെ ഭർത്തൃമതിയായിട്ടുള്ള ഇരിക്കുന്ന സ്ത്രീകള് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും പലപ്പോഴും ഭർത്തൃ വീട്ടില് അതിനുള്ള സാഹചര്യങ്ങള് അനുവദനീയമായിട്ട് ഉണ്ടാവണമെന്നില്ല. അത്തരം അനുഭവമാണ് ഷൈനി എന്ന ഏറ്റുമാനൂരിലെ യുവതിയും നേരിട്ടത്. ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ട് പോലും ജോലിക്ക് പോകാൻ സാധിക്കാതെ കുടുംബത്തെ നോക്കേണ്ടി വന്നിട്ടുള്ള ഒരു കരിയർ ഗ്യാപ്പാണ് ഷൈനിക്ക് അവിടെ ഉണ്ടായത്. പിന്നീട് ആവശ്യഘട്ടത്തിൽ ജോലിക്ക് കയറാൻ ശ്രമിച്ചപ്പോഴെല്ലാം തന്നെ അതിന് സാധിക്കാതെ വന്ന് മക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ്. എന്നുവെച്ചാല് ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചവളായിട്ടും ഷൈനി കുടുംബ വഴക്കിന്റെ പേരിൽ വീട്ടിൽ എന്നും അന്യായിട്ട് നിന്നു എന്നുള്ളതാണ്. ഭർത്താവിൽ നിന്നും വിവാഹമോചനത്തിന്റെ വഴിയിലായപ്പോഴും ഒക്കെ തന്നെ ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അവൾ വല്ലാതെ പരിശ്രമിച്ചു. അത് ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും BSc നഴ്സിംഗിൽ ബിരുദമുണ്ടായിട്ടും 12 വർഷത്തെ കരിയർ ബ്രേക്കിന്റെ ഒരു പേരിൽ അവൾക്ക് പല ആശുപത്രികളും ജോലി നിഷേധിച്ചു എന്നുള്ളതാണ്. ഇതോടുകൂടിയിട്ടാണ് ഷൈനി ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു വഴിയിലേക്ക് എത്തിയത് തന്നെ. മക്കളായിട്ടുള്ള അലീന എന്ന് പറയുന്ന 11 വയസ്സുകാരിയെയും അതേപോലെ തന്നെ ഇവാന എന്ന് പറയുന്ന 10 വയസ്സുകാരിയായിട്ടുള്ള ഒരു കൊച്ചിനെയും കൂട്ടി ഇവർ ഒരുമിച്ച് തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഏതാണ്ട് 12 ആശുപത്രികള് ഷൈനി കുര്യനെ ജോലി നിഷേധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതിന് ആശുപത്രികൾ മാനദണ്ഡമാക്കി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കരിയർ ബ്രേക്ക് തന്നെയാണ്. ഭർത്താവുമായിട്ട് ഒരുമിച്ച് പോകാൻ കഴിയില്ലെന്ന ഒരു ഘട്ടം വന്നതോടുകൂടിയിട്ട് പെൺമക്കളെ നോക്കാൻ വേണ്ടി ജോലി തേടിയ ഷൈനിക്ക് മുന്നിൽ മറ്റു വഴികൾ ഇല്ലാതെയായി എന്നുള്ളതാണ്. ഒരു അമ്മ മനസ്സിന്റെ ആദി കൂടിയതോടുകൂടിയിട്ടാണ് മക്കൾക്കൊപ്പം ജീവനൊടുക്കിയത്. അതേസമയം ഷൈനിയും മക്കളും ജീവനൊടുക്കിയ അതേ ദിവസം തന്നെയാണ് ഭർത്താവ് നോബുലൂക്കോസ് അദ്ദേഹം ഈ പറയുന്ന ഇറാഖിലേക്ക് പോകുന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇവരുടെ മരണ ദിവസം. എന്നാൽ അതേസമയം നാളെയാണ് മരിച്ചവരുടെ സംസ്കാരം നടക്കുക. നേരത്തെ ഷൈനിയുടെ തെള്ളകത്തെ ഇടവകയിൽ സംസ്കാരം നടത്തുമെന്നാണ് കരുതിയത്. എന്നാൽ ജീവിച്ചിരിക്കുന്ന ഏക മകന്റെ താല്പര്യം മാനദണ്ഡമായി എടുത്തുകൊണ്ട് തന്നെ ഭർത്താവിന്റെ ഇടവകയിൽ സംസ്കാരം നടത്താനാണ് ഇപ്പോഴത്തെ ഒരു ആലോചന തന്നെ. ഇതിനിടയിൽ ഒരു നേഴ്സിന് കരിയർ ഗ്യാപ്പ് വന്നാൽ പിന്നീട് ജോലിയിൽ കയറാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വഴിയൊരുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് UNA അടക്കം സമരരംഗത്ത് ഇറങ്ങണമെന്ന ആവശ്യവും ശക്തമായിട്ട് ഉയരുന്നുണ്ട്. അതേസമയം ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ ജ്ഞാനായ കുടുംബങ്ങളിലെ വലിയ ഒരു ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുമുണ്ട്. എന്ന് വെച്ചാൽ വിശ്വാസികൾക്കിടയിൽ അടക്കം അവർക്കിടയിലടക്കം രോഷത്തിനും ഇത് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. കുടുംബ വഴക്കും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് ഇവരെ ഒരുമിച്ച് ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് പുറത്തു വരുന്ന ഒരു പ്രാഥമിക വിവരം എന്ന് പറയുന്നത്. അമ്മയെയും സഹോദരിമാരെയും നഷ്ടപ്പെട്ടതോടുകൂടിയിട്ട് മൂത്ത മകനും ശരിക്കും പറഞ്ഞാൽ തകർന്ന ഒരു അവസ്ഥയിലാണ്. ഷൈനിയുടെ ഭർത്താവ് എന്ന് പറയുന്ന നോബി ഇറാഖിലെ മൈനിങ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന തൊടുപുഴ കരിങ്കുന്നം സ്വദേശിയാണ് ഷൈനിയുടെ ഭർത്താവ് എന്ന് പറയുന്നയാള്. ഈ ഭർത്താവ് എന്ന് പറയുന്ന നോബി പതിവായിട്ട് ഷൈനിയുമായിട്ട് വഴക്കിടുമായിരുന്നു എന്നുള്ളതാണ്. ഉപദ്രവം തുടങ്ങിയതോടുകൂടിയിട്ട് ആദ്യം വഴക്ക് മാത്രമായിരുന്നു. ദേഹോപദ്രവം തുടങ്ങിയതോടുകൂടിയിട്ട് 9 മാസം മുൻപാണ് 2 പെൺകുട്ടികളുമായിട്ട് ഷൈനി സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. പക്ഷെ അപ്പോഴും മൂത്ത മകൻ പിതാവിനൊപ്പമായിരുന്നു താമസം. നോബിയുമായിട്ടുള്ള ബന്ധം വേർപെടുത്തുന്നതിന് വേണ്ടിയിട്ട് കേസ് നൽകിയിരുന്നു. എന്നാൽ ഈ കേസിന്റെ ഭാഗമായിട്ടുള്ള ഹിയറിങ്ങിന് നോബി എത്തിയിരുന്നില്ല എന്നുള്ളതാണ്. നോബിയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് പോലും ഷൈനിക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം തന്നെ. ഭർത്തൃ വീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് പിതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അയൽക്കൂട്ടത്തിൽ നിന്നും ലോൺ എടുത്ത് പണം നൽകിയിരുന്നു ഷൈനി എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ബന്ധങ്ങൾ വഷളായതോടുകൂടിയിട്ട് ഈ പണം തിരിച്ചടയ്ക്കേണ്ട ബാധ്യത ഷൈനിയുടെ തലയിലാണ് വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അയൽക്കൂട്ടക്കാര് പരാതി നൽകിയതോടുകൂടിയിട്ട് കേസും കൂട്ടവും ഒക്കെ ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിസന്ധിയും ഷൈനിയെ വല്ലാതെ അലട്ടിയിരുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ വേണ്ടി മാത്രമാണ് ഷൈനി ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായത്.
BSc നേഴ്സായിട്ടുള്ള ഈ വീട്ടമ്മയെ വിവാഹശേഷം ജോലിക്ക് പോകാൻ ഭർത്താവ് അനുവദിച്ചിരുന്നുമില്ല. ഇതോടുകൂടിയിട്ട് വീട്ടിലൊതുങ്ങിയ അവർ ജീവിതത്തിലെ ആവശ്യഘട്ടത്തിൽ ജോലിക്കായിട്ട് പരിശ്രമങ്ങൾ നടത്തി. എന്നാൽ പലതും കൈവിട്ടു എന്നുള്ളതാണ്. ജ്ഞാനായ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള ഇവർ ഇടവകയുടെ സ്വന്തം വമ്പൻ ഹോസ്പിറ്റലായിട്ടുള്ള കാരിത്താസിൽ ഒരു ജോലിക്കായിട്ട് പരിശ്രമിച്ചു. എന്നാൽ ഷൈനിക്ക് അവിടെയും നേഴ്സ് ജോലി ലഭിച്ചില്ല. പകരം ഷൈനിക്ക് നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന ജോലി നൽകാമെന്ന് അറിയിച്ചിരുന്നതെന്നാണ് ആശുപത്രി അധികൃതർ പിന്നീട് പറഞ്ഞത്. സ്വന്തം വീട്ടിൽ അമ്മ രോഗബാധിതയായതും മറ്റു പിന്തുണകളൊന്നും തന്നെ ലഭിക്കാത്തതുമാണ് കടുംകൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ മാതാവിനെയും മക്കളെയും പ്രേരിപ്പിച്ചത്. ഭർത്തൃപിതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി എടുത്ത പണവുമായി ബന്ധപ്പെട്ട പോലീസ് കേസ് ഒതുക്കാനും ബന്ധുവായിട്ടുള്ള വൈദികൻ ഉടക്കുമായിട്ട് നിന്നു എന്നുള്ള ആരോപണം വരുന്നുണ്ട്. വിദ്യാഭ്യാസം ഉണ്ടായിട്ടും സ്വന്തം സമുദായത്തിന്റെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു തൊഴിലവസരത്തിനുള്ള ഒരു കരുണ പോലും ലഭിക്കാത്ത ജീവിതം, അതൊക്കെ കൂടിയാണ് ഷൈനിയെ ശരിക്കും വഴിമുട്ടിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ജ്ഞാനായ സഭയിൽ ചർച്ചയാവുന്നത്. അമ്മയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയാകണം ഒരുപക്ഷെ ആ പെൺമക്കളും ജീവനൊടുക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ ട്രാക്കിലേക്ക് എത്തിപ്പെടുന്നത് അമ്മയുടെ കൂടെ. മാത്രമല്ല, റെയിൽവേ പാളത്തിൽ ഈ മൂന്നാളും പാടെ കെട്ടിപ്പിടിച്ച് പാളത്തിലിരിക്കുന്ന കാഴ്ച അത് കണ്ടിട്ടുള്ള നെഞ്ചു തകർന്ന വേദനയോട് കൂടിയിട്ട് അത് കണ്ടിട്ടുള്ള ലോക്കോ പൈലറ്റ് പറയുന്നതും നമ്മൾ വാർത്തകളിൽ കണ്ടു കാണും. ഇന്നലെ പുലർച്ചെ ഏതാണ്ട് ഒരു 5:20 ഇവരുടെ വീട്ടിൽ നിന്നും 1/2 കിലോമീറ്റർ മാറി പാറോലിക്കൽ റെയിൽവേ ട്രാക്കിലാണ് ഇവർ ജീവനൊടുക്കിയത്. ട്രെയിൻ ശരിക്കും പറഞ്ഞാല് പലതവണ ഹോൺ മുടക്കിയിട്ടും മാറാതെ ട്രാക്കിൽ തന്നെ മക്കളെയും കെട്ടിപ്പുണർന്ന് നിൽക്കുകയായിരുന്നു ആ അമ്മ. നിമിഷങ്ങൾക്കകം തന്നെ ട്രെയിൻ ഇടിച്ച് അവർ തെറിച്ചുപോയി എന്നുള്ളതാണ്. ഛിന്ന ഭിന്നമായിട്ടുള്ള ശരീരഭാഗങ്ങൾ പലയിടത്തു നിന്നുമായിട്ടാണ് പോലീസുകാരെ പെറുക്കിയെടുത്തത്. എല്ലാ ദിവസവും പതിവ് പോലെ മക്കളുമായിട്ട് പള്ളിയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി. വരാൻ താമസിച്ചതോടു കൂടിയിട്ട് വീട്ടുകാർ അവരെ തിരക്കി ഇറങ്ങി. പിന്നീടാണ് അവർ ട്രെയിൻ തട്ടി മരിച്ചതായിട്ട് അറിയുന്നതെന്നാണ് ഷൈനിയുടെ പിതാവ് വെളിപ്പെടുത്തുന്നത്. സ്കൂളിലും പള്ളിയിലുമെല്ലാം മിടുക്കരായിരുന്ന 2 ഓമന മുഖമുള്ള കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ നിന്നും മായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. എല്ലാ ദിവസവും പുലർച്ചെ വീടിനടുത്തുള്ള ചെറുപുഷ്പം ആശ്രമത്തിൽ കുർബാനയ്ക്കായിട്ട് മൂവരും പോവുമായിരുന്നു. അമ്മയുടെ 2 കൈകളിലും പിടിച്ചാണ് കുട്ടികൾ പോകുന്നതും തിരികെ വരുന്നതും. സ്നേഹത്തോടെ അവർ അമ്മയുമൊത്ത് വരുന്നത് ഇപ്പോഴും മനസ്സിൽ നിന്നും മായുന്നില്ലെന്നാണ് അയൽവാസികൾ പറയുന്നത്.